ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഇന്ന് സുന്ദരകാന്ഡം നമ്മൾ സമർപ്പിക്കുകയാണ്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ 22ാമത്തെ ദിവസം സുന്ദരകാന്ഡം ഇന്ന് നമ്മൾ സമർപ്പിക്കുകയാണ്. ഇന്ന് സുന്ദരകാന്ഡത്തിലെ ഹനുമാൻ രാവണ സഭയിൽ എന്ന ഭാഗം മുതലാണ് നമ്മൾ വായിക്കുന്നത്. പാരായണം ചെയ്യുന്നത് പത്മ നായർ, ശ്രീമതി പത്മ നായർ, ശ്രീമതി ഹേമ ബൈജു. രണ്ടുപേരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ പാരായണ സഭയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹനുമാൻ രാവണ സഭയിൽ. അനിലജനി നിശിചര കുലാധിപൻ മുമ്പിൽ വച്ചാതിഥേയാധിപാരാതി ചൊല്ലിടിനാൾ. അമിത നിശിചരവരരെ രണശിരസി കൊന്നവനാശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ. ജനക തവ മനസ്സി സജീവന്മാരുമായി നിച്ചമ്മേ വിചാര്യ കാര്യം നീ വിധീയതാം. പ്ലവക കുലവരനറിക സാമാന്യനല്ലിവൻ പൃഥ്വിവർഗത്തിനെല്ലാം ഒരന്തകൻ. നിജത നയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്ത് ചൊല്ലിയിടിനാൻ. ഇവൻ ഇവിടെ വരുവതിന് കാരണമെന്തെന്നും എങ്ങ നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമത് കാക്കുന്നവരെയും മൂക്കോട് മറ്റുള്ള നക്തഞ്ചരെയും ത്വരിതമതി ബലമോട് തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വിരവിനോട് ചോദിക്ക നീയെന്നും ഇന്ദ്രാരി ചൊന്നത് കേട്ട് പ്രഹസ്തനും പവനസുതനോട് വിനയനയ സഹിതമാതരാൽ പപ്രച്ഛ നീയാരയച്ചു വന്നു കപേ. നൃപസദസി കഥയ മമ സത്യം മഹാമതേ. നിന്നെ അയച്ചു വിടുന്നുണ്ട് നിർണയം. ഭയം അഖില മകതളിരിൽ നിന്ന് കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കും ഇസഭ പാർക്ക നീ. അനൃത വചനവും അലമധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കലില്ലടോ. നിഖില നിശിചര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും. മനസ്സി രഘുകുലവരരെ മുഹുരഭി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. സ്ഫുടവചനമതിവിശുദ്ധമതി ശൃണുജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ജാനറിക നീ.
ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജകുല പതിശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാധി ഭുക്തിമുക്തിപ്രദൻ പുരമഥന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശ സേവിതൻ പഞ്ചഭൂതാത്മകൻ ഭുജകുലരിപുമണിരഥത്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംഹിതൻ നിജജനക വചനമത് സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന് പുറപ്പെട്ടു. ജനകജയും അവരജനുമായി വരുവന്ന നാൾ ചെന്ന് നീ ജാനകിയെ കെട്ടുകൊണ്ടില്ലേ. തവ മരണമിവ വരുവതിനൊരു കാരണം താമരസോദ്ഭവ കൽപ്പിതം കേവലം. തതനു ദശരഥതനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപന തനയനോടനലസാക്ഷിയായി സഖ്യവും താത്പര്യം ഉൾക്കൊണ്ട് ചെയ്തോരനന്തരം അമരപതി സുതനെയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജന് കിഷ്കിന്തയും നൽകിനാൻ. അടിമലരിലവനമഴകിനോട് ചെയ്തവന ആധിപത്യം കൊടുത്താധി തീർത്തിയിടിനാൻ. അതിനവനും അവനി തനയാന്വേഷണത്തിനായി ആശകൾ തോറുമേകൈക 100,000 പ്ലവക കുല പരിവൃഢരെ ലഘുതരമയച്ചതിലേഖനഹമൈഹ വന്നു കണ്ടിടിനേൻ. വനജവിടപകിളയുടെ നുടനിഹതകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ. ഇകലിൽ നിശിചരവരെയൊക്കെ മുടിച്ചതുമെന്നെ മതിപ്പതിനായി വന്ന കാരണം. മരണഭയം അകതളിരിലില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്ന് നിർണയം. ദശപദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വത്ഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. ദശനിയുത ശതഭയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കന്നീ. തവ തനയകരഗളിത വിധി വിശികപാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കൽക്ഷണം. കമലഭവ മുഖ സുരവര പ്രഭാവേന മേ കായത്തിനേകുമേ പീഡയുണ്ടായി വരാ. പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നിടിനേനത്ര ഞാൻ. അതിനും ഒരു പൊഴുതിലൊരു കാരണമുണ്ട് കേളദ്യഹിതം തവ ഭക്തമുദ്യക്തനായി. അകതളിരില്ല അറിവ് കുറയുന്നവർക്കേറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. അത് ജഗതി കരുത കരുണാത്മനാം ധർമ്മമെന്നാത്മോപദേശമജ്ഞാനിനാം മോക്ഷതം. മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായിടലാം മഹാംബുധവും. ത്യജ മനസ്സി ദശപദന രാക്ഷസീം ബുദ്ധിയെ ദേവീം ഗതിയെ സമാശ്രയിച്ചിടു നീ. അത് ജനന മരണ ഭയനാശിനി നിർണയം അന്യയായുള്ള സംസ്കാരകാരിണി. അമൃതഘന വിമല പരമാത്മബോധോജിതം അത്യുത്തമാന്വയോദ്ഭൂതനല്ലോ ഭവാൻ. കളക തവ ഹൃദി സപതി തത്വബോധേന നീ കാമകോപദ്വേഷ ലോഭമോഹാദികൾ കമലഭവ സുത തനയനനന്ദനാകയാൽ കർപ്പുരഭാവം പരിഗ്രഹിയായിക നീ. ധനുജസുര മനുജഖ മൃഗ ഭുജഗഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടു നീ. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ. അമൃതമയ നജനമലനദ്വയൻ അവ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ. നിരുപന അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മലൻ. നിയമപര നിലയൻ അനന്തനാദ്യൻ വിഭുനിത്യൻ നിരാകാരനാത്മാ പരബ്രഹ്മം. വിധിഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേദ്യനവേദ്യനജ്ഞാനിനാം. സകല ജഗതിതമറിക മായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം. ജഡമഖില ജഗതിതമനിത്യമറിക നീ. ജന്മജരാമരണാദി ദുഃഖാന്യുതം അറിവതിതു പണി പരമപുരുഷ മറിമായങ്ങൾ ആത്മാനമാത്മാന കണ്ടു തെളിക നീ. പരമഗതി വരുവതിന് പരമൊരുപദേശവും പാർത്ത് കേട്ടിട് ചൊല്ലിത്തരുന്നുണ്ട് ഞാൻ. അനവരതമക തളിരിലിലമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുമെന്നു നിർണയം. അകമലരും അകമകലും അളവതി വിശുദ്ധമായ ആശുതത്വജ്ഞാനവും ഉദിക്കും ദൃഢം. വിമലതര മനസ്സി ഭഗവത് തത്വ വിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനി ചരവന ദഹന മന്ത്രോക്ഷരദ്വയം രാമരാമേതി സദൈവ ജപിക്കയും
രതി സപതി നിജഹൃതി വിഹായ നിത്യം മുതാ രാമപദധ്യാനമുള്ളിലുറയ്ക്കയും അറിവ് ചെറുത് അകതളിരിലൊരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാലാശു നീ ഭജ ഭവഭയാപഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമദന ചരണ സരസിജയുകളമാശു നീ മൗഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടിടടോ കുസൃതികളും ഇനി മനസ്സിൽ കനിപൊട്ട് കളഞ്ഞ് വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ പരധനകളത്ര മോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പോട്ട് വീണിടല നളിനദല നയനം അഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം ശരണമിതി ചരണകമലേ പതിച്ചീടടോ ശത്രുഭാവത്തെ ത്യജിച്ച് സന്തുഷ്ടനായി കലുഷമനവിധി ജഡിതി ചെയ്തിനെന്നാകിലും കാരുണ്യം ഈ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സിൽ കരുതുകിൽ അവന് ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനക മുഖമുനികൾ വചനങ്ങളിതോർക്കടോ സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം അമൃത സമവചനമിതി പവന തനയോദിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനം 20 കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടി മിഴിച്ചു ചൊല്ലിയിടിനാൻ തില സദൃശ്യം ഇവനെ ഇനി വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ മമ നികടഭവി വടിവോടൊപ്പം ഇരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവന് കാണാനില്ല പാപിയായൊരു ദുഷ്ടാത്മാ ഷഠനിവൻ കഥയമമ രാമനെന്നാരു ചൊൽ കാനനവാസി സുഗ്രീവൻ എന്നാരടോ അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ ദശവദന വചനം ഇത് കേട്ട് കോപം പൂണ്ട് ദന്തം കടിച്ച് കപീന്ദ്രനും ചൊല്ലിനാൻ നിനവു തവ മനസ്സി പെരുതെത്രയും നന്നു നീ നിന്നോടെതിരൊരു 100,000 രജനിചര കുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചെതിർത്തിയിടിലും നിയതമിത് മമ ചെറുവിരൽക്കു പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നത് എന്നോട് കശ്മല പവനസുത വചനം ഇത് കേട്ട് ദശാസ്യനും പാർശ്വസ്ഥിതന്മാരോടാശു ചൊല്ലിയിടിനാൻ ഇവിടെ നിശിചരൊരുവരായുധ പാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അത് പൊഴുതിലൊരുവനവനോടെടുത്തിടിനാനപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുത് ദുരിതമിത് ദൂതനെ കൊല്ലുകെന്നാർക്കെടുത്തു ധ്രുവന്മാർ ചൊല്ലിയിടുവിൻ ഇവനെ വയം ഇവിടെ വിരവോട് കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയുന്നിത് രാഘവൻ അതിന് പുനരിവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണമതല്ലോ നിർഭോജിതം ഇത് സദസി ദശവദന സഹജ വചനേന താൻ എങ്കിലതങ്ങനെ ചെയ്തെന്ന് ചൊല്ലിനാൻ ലങ്കാദഹനം വദനമപി കരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു വയം അതിന് ജഡിതി വസനേന വാൾ വേഷ്ടിച്ചു ഭഗ്നി കൊളുത്തി പുരത്തിലെല്ലാടവും രജനിചര പരിവൃഢരെടുത്ത് വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനിന്നിങ്ങനെ നിഖില ദിശി പലരുമിഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ കുലഹതകനിവൻ അറിക നിസ്തേജനെന്ന് തൻ കൂട്ടത്തിൽ നിന്ന് നീക്കിയിടും കവികുലം തിലരസഹൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതെരെ ചുറ്റും ദശാന്തരെ അതുല ബലൻ അചലതരമിവിടെ ഒരുപീടിനാൻ അത്യായതസ്ഥൂലമായത് വാഴ്ത്തത വസനഗണം അഖിലവും ഒടുങ്ങിച്ചമഞ്ഞത് വാലും അതീവ ശേഷിച്ചത് പിന്നെയും നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ടൊന്നു ചുറ്റിയിടിനാൻ അത് മുടനൊടുങ്ങി വാൾ ശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നുകൊണ്ട് വന്നിടിനാർ തിലജഹൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുഖജാലവും ചുറ്റിനാർ നികൃതി പെരുതിവന് വസനങ്ങളിൽ ഒന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങിയത ശേഷവും അലമലമിത് അമലനിവനത്രയും ദിവ്യനത് ആർക്ക് തോന്നി വിനാശത്തിനെന്നാർ ചിലർ അനലമിഹ വസനമിതിനലമിനി പാലതിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ പുനരവരും അത് പൊഴുതു തീ കൊളുത്തിയിടിനാൻ പുച്ഛാഗ്രദേശേ പുരന്ധരാരാദികൾ ബലസഹിതം അബലമിവ രജ്ജുഖണ്ഡം കൊണ്ട് ബത്വാ ദൃഢതരം ധൃത്വാ കവിവരം
ഇതവ മതികളും ഇതൊരു കള്ളൻ എന്നിങ്ങനെ കൃത്വാരവമരം കൃത്വാ പുരവരം പറകളയും ഉടനുടനറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം പവനജനുമതി കൃശരീരനായിടിനാൻ. പാശവും അപ്പോൾ ശിഥിലമായി വന്നിത് ബലമൊടവനതി ചപലമജല നിഭഗാത്രനായി ബന്ധവും വേർപെട്ടുമേൽ പോട്ട് പൊങ്ങിനാൽ ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ. വാഹകന്മാരെയും കൊന്നവൻ ഉടുപൊതിയൊടുരസ്സുമളവ് ഉയരമേയലുന്ന രത്നോത്തുംഗ സൗധാഗ്രമേറിമേ വീടിനാർ. ഉദവസിത നികരമുടനുടനുപരി വേഗമോടുൾപ്ലുത്യ പിന്നെയും ഉൾപ്ലുത്യ സത്വരം കനകമണിമയ നിലയമഖില മനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർത്തിച്ചിതഗ്നിയും പ്രകൃതി ചപലതയോടവനജലമോരോ മണി പ്രസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുര രഥബലപ്രദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു. തഥാ വിഭുതപതിയോട് നിശിചരാലയം വെന്തോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികധിയാ പാവകജ്വാലകളേബരത്തോളം ഉയർന്നു ചെന്നു. മുതാ ഭുവന തലഗത വിപുല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചിതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതദ്ഭുതം. ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ ബന്ധുകൂടീജവും രഘുകുലപതി പ്രിയ ഭൃത്യനാം മാരുതി രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം കനകമണിമയ നിലയ നികരമതുവെന്തോരോ കാമിനീ വർഗം വിലാപം തുടങ്ങിനാർ. ചിഗുരഭരവസന ചരണാദികൾ ബന്ധാശു ജീവനും വേർപെട്ട് ഭൂമൗ പതിക്കയും ഉടലുരുകി ഉരുകി ഉടനുഴറിയലറിപ്പാഞ്ഞും ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടനവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്ത് വീണു വിടഞ്ഞു വരിക്കയും മമ തനയ രമണ ജനക പ്രാണനാഥാഹ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ. മരണമുടനുടലുരുകി മുറുകി വരികെന്നത് മാറ്റുവാൻ ആരുമില്ലല്ലോ ശിവ ശിവ. ദുരിതമിതു രജനി ചരവരവിരചിതം ദൃഢം മറ്റാരു കാരണമില്ലിതിനേതുമേ. പരധനവും അമിത പരധാരങ്ങളും ബലാൽപാപി ദശാസ്യൻ പരിഗ്രഹിച്ചാൽ തുലോം അറിയിലനുചിതമത് മതേന ചെയ്തിടായി വിനാരും അതിന്റെ ഫലമിതു നിർണയം. മനുജ തരുണിയെ ഒരു മഹാപാപി കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ. സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം. മദനശര പരവശതയോടും ചപലനായി ഇവൻ മഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമൊടനുദിനമണഞ്ഞു പിടിച്ചതി കാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ. അവർ മനസ്സി മരുവിന തമോപയ പാവകനദ്യ രാജ്യേ പിടിപെട്ടത് കേവലം. നിശിചരികൾ ബഹുവിധമോരോന്നേ പറകയും നിൽക്കും നിലയിലെ വെന്തുമരിക്കയും ചരണമിഹ കിമിതി പല വഴിയും ഉടനോടിയും ശാഖികൾ വെന്തുമുടിഞ്ഞുടൻ വീഴുകയും. രഘുകുലവരേഷ്ഠദൂതൻ ത്രിയാമാചര രാജ്യം 700 യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവയുത ഭോജനം നൽകിനാൻ. സന്തുഷ്ടനായത് പാവകദേവനും ലഘുതരമനിലതനയന അമൃതനിധി തന്നിലെ ലാങ്കുലവും തച്ചു തീപൊലിച്ചിടിനാൻ. പവനജനു ദഹനനഭിചുട്ടതില്ലേതുമേ പാവകനിഷ്ഠ സഖിയാക കാരണം. പതിനിരതയാകിയ ജാനകീ ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ അവനിത നയാകൃപാ വൈഭവം അദ്ഭുതം. അത്യന്ത ശീതളനായത് ഭഗ്നിയും രജനിചരകുല വിപിന ഭാവകനാകിയ രാമനാമ സ്മൃതി കൊണ്ടു മഹാജനം തനയധനധാര മോഹാർത്തരെന്നാകിലും താപത്രയാനലനെ കടന്നിടുന്നു. തദഭിമതകാരിയായുള്ള ദൂതന് സന്താപം പ്രകൃതാനലേന ഭവിക്കുമോ. ഭവതി യതി മനുജ ജനനം ഭുവി സാമ്പ്രതം പങ്കജലോചനനെ ഭജിച്ചിടുവിൻ. ഭുവനപതി ഭുജഗവതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതതാപാപഹം. തതിന് കപികുലവരനും അവനിത തനയാപദം താണു തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ. അഹമിനിയൊഴുമുഴറി നടകൊള്ളുവനക്കരേക്കാജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം. രഘുവരനും അവരജനു അരുണജനുമായി ദ്രുതമാഗമിച്ചിടും അനന്തസേനാസമം.
മനസ്സി തവ ചെറുത് പരിതാപമുണ്ടാവല മത്ഭരം കാര്യമിനി ജനകാത്മജേ. തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോട് ദുഃഖം ഉൾക്കൊണ്ട് പറഞ്ഞത് സീതയും. മമ രമണ ചരിതമുര ചെയ്ത നിന്നെ കൊണ്ട് മാനസതാവമകന്നിത് മാമകം കഥമിനിയും അഹമിക വസാമി ശോകേന മൽക്കാന്ത വൃത്താന്ത ശ്രവണ സൗഖ്യം വിന. ജനക നൃപദുഹിരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിയിടിനാൻ. കളക ശുചമിനി വിരഹമലമതിനുടൻ മമ സ്കന്ധമാരോഹ ക്ഷണേന ഞാൻ കൊണ്ടുപോയി. തവ രമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദ്യൈവ തീർത്തിയിടുവൻ. പവനസുത വചനമിത് കേട്ട് വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിയിടിനാൾ. അതിന് തവ കരുതുമളവില്ലൊരു ദണ്ഡമെന്ന ആത്മനി വന്നിത് വിശ്വാസമദ്യമേ. ശുഭചരിതനാം അതിബലമോടാശു ദിവ്യാസ്ത്രേണ ശോഷണബന്ധനാദേരഭിസാഗരം. കപികുല ബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശുമാം. മറിവോടൊരു നിശി രഹസ്യ കൊണ്ടുപോയാലത് മൽപ്രാണനാഥ കീർത്തിക്കു പോരാ ദൃഢം. രഘുകുലജ വരനിവിടെ വന്നു യുദ്ധം ചെയ്ത് രാവണനെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ അതിരഭസമയി തനയ വേല ചെയ്തിടു നീ എത്ര നാളും ധരിച്ചിടുവൻ ജീവനെ. ഇത് സദയം അവനോടരുൾ ചെയ്തയച്ചിടിനാൾ. ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ തൊഴുത് അഖില ജനനിയോട് യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ടു ചാടിയിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹനുമാന്റെ പ്രത്യാഗമനം. ത്രിഭുവനവുമുലയെ മുഹുരൊന്നലറിയിടിനാൻ. തീവ്രനാദം കേട്ടു വാനരസംഘവും കരുതുവിനിതൊരു നിനദമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു. പവനസുതനതിനു നഹി സംശയം മാനസേ, പാർത്തു കാൺകൊച്ച കേട്ടാലറിയാമതും. കപിനിവഹമിതി ബഹുവിധം പറയും വിധൗ കാണായി തദ്രി ശിരസി വാദാത്മജം. കപിനിവഹ വീരരെ കണ്ടിതു സീതയെ, കാകുൽസ്ഥവീരനനുഗ്രഹത്താലഹം. നിശിചരവരാലയമാകിയാലെങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിതു. വിബുധ കുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമമ്മാറു കണ്ടു പറഞ്ഞിതു. ജഡിതി ദശരഥസുതനോടിക്കഥ ചൊല്ലുവാൻ ജാമ്പവാദാദികളെ നടന്നിടുവിൻ. അതു പൊഴുതു പവനതനയനെയും അവരാദരിച്ചാലിംഗ്യ ഗാഠമാചുംബ്യവാലാഞ്ചലം. കുതുകമൊടു കപിനിജയമനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ. പ്ലവക കുലപരിവൃഢരു മുഴറി നടകൊണ്ടുപോയി പ്രസ്രവാണാചലം കണ്ടുമേ വീടിനാർ. കുസുമദള ഫലമതു ലതാതരു പൂർണമാം ഗുൽമസമാവൃതം സുഗ്രീവപാലിതം. ക്ഷുതിത പരിപീഡിത രായകപീകുലം ക്ഷുദ്രിനാശാർത്ഥമാർത്യാ പറഞ്ഞിടിനാർ. ഫലനികര സഹിതമിഹ മധുരമധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കവേ. തരണിസുത സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം. അതിനനുവദിച്ചരുളേണമെന്നാശു പൂണ്ടങ്കദനോടപേക്ഷിച്ചോരനന്തരം. അതിനവനവരോടൊരാജ്ഞയെ ചെയ്യുകയാലാശു മധുവനം ബുക്കിതെല്ലാവരും. പരിചൊടതി മധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരേ. ദതിമുഖനു നിശമധുപാലനം ചെയ്വിതു ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ.
രഥിവദന വചനമൊടു നിയത മധു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ പവനസുധ മുഖ കപികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ ഭയപ്പെട്ട അവരുമതിദ്രുതം ത്വരിതമധിതദധി മുഖനമാശു സുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. തവ മധുവധ വനത്തിനു ഭംഗം വരുത്തിനാൻ താരേയനാദികളായ കപീബലം. സുചിരമതു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേന വാണേനഹം. ഫലമഥന സുതതനയനാദികളൊക്കവേ വന്നു മദ്ഭൃത്യ ജനത്തെയുമെന്നുടൻ. മധുവനവുമിതു പൊഴുതഴിച്ചതെന്നിങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനും. നിജമനസി മുഹുരപി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോടു ചൊല്ലിടിനാൻ. പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം. മധുവനമതല്ലെന്ന് ആകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാൺകയില്ലാരുമേ. അവരെ വിരവൊടു വരുവതിന്നു ചൊല്ലങ്ങു ചെന്നാത്മനി ഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ. അവനും അതു കേട്ടുഴറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോടു സാദരം. അനിലതനയാംഗത ജാംബവാദാദികൾ അഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരുമൊതു പൊഴുതു വാച്ച സന്തോഷേണ പൂർണവേഗം നടന്നാശു ചെന്നിടിനാൻ. പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ. പുരമഥന ഹൃതിമരുമഖില ജഗദീശ്വരൻ പുഷ്കര നേത്രൻ പുരന്തര സേവിതൻ. ഭുജഗപതി ശയനൻ അമലൻ ത്രിജഗൽപരിപൂർണൻ പുരുഹൂത സോദരൻ മാധവൻ. ഭുജഗ നിവഹാശനവാഹനൻ കേശവൻ പുഷ്കര പുത്രീ രമണൻ പുരാതനൻ. ഭുജഗ കുലഭൂഷണാരാധിതാംഗ്രിദ്വയൻ പുഷ്കര സംഭവൻ പൂജിതൻ നിർഗുണൻ. ഭുവനപതി മഖപതി സതാംപതി മൽപതി പുഷ്കര ബാന്ധവ പുത്രപ്രിയ സഖി. ബുധജന ഹൃദി സ്ഥിതൻ പൂർവദേവാരാധി പുഷ്കര ബാന്ധവ വംശസമുദ്ഭവൻ. ഭുജബലവതാംബരൻ പുണ്യജനാത്മകൻ ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ. ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ. ഭുവഭവകുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരികാരുണ്യവാൻ. ദിവസകരപുത്രനും സൗമിത്രിയും മുദാ ദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം. വിവിന ഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ. പുനരഥ ഹരീശ്വരൻ തന്നെയും വന്നിച്ചു പൂർണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ. കനിവിനൊടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയെ സങ്കടമെന്നിയെ. കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്രാതനയനും സാദരം. ശിഥിലതര ചിഗുരമുടശോകവനികയിൽ ശിംശിപാമൂലദേശേ വസിച്ചിടിനാൾ. അനശനമൊടതികൃശ ശരീരയായ അന്വഹമാശരാനാരീ പരിവൃതയായി ശുച. അഴൽ പെരുകി മുറുകി ബഹുബാഷ്പവും വാർത്തയ്യോ സദാ രാമ രാമേതി മന്ത്രവും. മുഹുരപി ജപിച്ചു വിലപിച്ചു മുക്താംഗിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം. തവ ചരിതമൃത സമമഖിലമറിയിച്ചഥാ തമ്പിയോടും നിന്തിരുവടി തന്നോടും. ചെറുതുടജ
ഭുവിരഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സുവിതൃസുതനോടു ജഡതി സഖ്യമുണ്ടായതും സംക്രാത്മനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കപീന്ദ്രനാൽ ഈശൗഖമാശു നിയുക്തമായിടിനാർ. അഹമവരിൽ ഒരുവനിവിടേക്കു വന്നിടനേൻ അർണവം ചാടിക്കടന്നതീ വിദ്രുതം. രവിതനയ സജീവനഹമാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും. ഭവതിയെയുമിഹ ജഡിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം. ഫലിതമഖിലമയ അദ്യ പ്രയാസം ഭൃശം പത്മജാലോകനം പാപവിനാശനം. മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ. ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമതാമഗ്രേസരനവൻ നിർണയം. മമ നയനയുഗളപഥമായതു പുണ്യവാൻ മാനവ വീരാപ്രസാദേന ദൈവമേ. വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ. വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറക നീ ആരെന്നതെന്നോടിത്യാന്തി വൃത്താന്തം വിവരിച്ചനന്തരം. കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ. അതു പൊഴുതിൽ അകതളിരിൽ അഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ. കരതളിരിൽ അതിനവിരവോടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ. ശിരസി ദൃശികള ഭുവിമുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലപിച്ചിതേറ്റവും. പവനസുധ കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ. നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിയിടിനാൾ. തവ ചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപീസേനയോടും ദ്രുതം. വയമവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടു വന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ. സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളില ഉണ്ടാകരുതേതുമേ. ദശരഥസുതന്നു വിശ്വാർത്ഥമായി നിദേഹി മേ ദേവി ഛിന്നം ധന്യമാദരാൽ. പുനരൊരടയാള വാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ. അതുമവനി സുതയോടഹമിങ്ങനെ ചൊന്നാളവാശു ചൂടാരത്നമാദരാൽ നൽകിനാൾ. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലെ കാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം. കഠിനതര നഖര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ. തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞുമുൾത്താപം കലർന്നു മരുവും ദശാന്തരേ. ബഹുവിധ വചോ ഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയമുടനഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. അഖില നിശചരി കുലപതിക്കഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തേനതിന്നുടൻ. പരിഭവമൊടടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന അസംഖ്യകം. ദശവദന സുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിനയച്ചിടിനേൻ. അധ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബന്ധനായ ശരാധീരനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബത ലങ്കാപുരം പിന്നെയും ദേവി തൻ പദം. വിഗത ഭയമടീണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ.
തവ ചരണ നളിന മധുനൈവ വന്നിച്ചിതു ദാസൻ ദയാനിധേ പാഹി മാം ഇതി പവനസുതവചനമാഹന്ത കേട്ടള വിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം സദയമുപകാരമിച്ചെയ്കതിന്നാദരാൽ സർവസ്വവും മമാ തന്നേൻ നിനക്കു ഞാൻ പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരപിരമാവരന്മാരുതപുത്രനെ പൂർണമോദം പുണർനീടിനാനാദരാൽ ഉരസി മുഹുരണച്ചു പുൽകീടിനാൻ ഓർക്കടോ മാരുത പുത്രഭാഗ്യോദയം ഭുവനതലമതിലൊരുവൻ ഇങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഖ സൗഭാഗ്യമുണ്ടായടോ പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതും ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൾ കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതും ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്ത പരവശയായി വണങ്ങിടിനാൾ കിളിമകളും അതു സരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹനുമാൻ ചാലീസ ചൊല്ലിക്കോളൂ രമാജി. മ്യൂട്ടിലാണ് ഹേമാജി. ഹേമാജി അൺമ്യൂട്ട് ചെയ്യൂ. ഇലാംബുജശ്യാമള കോമളാംഗം സീതാസമാരോപിത വാമഭാഗം ബാണൗ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം അതുലിത ബലധാമം സ്വർണശൈലാഭദേഹം ധനുജവനകൃശാനം ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാമധീശം രഘുപതി വരദൂതം വാദജാതം നമാമി. ശ്രീ ഗുരുചരണ സരോജരജ നിജമനമു ഗുരുസുധാരി വർണ്ണൗ രഘുവര വിമലജ സൂജോ ദായുഗു ഫലിചാരി ബുദ്ധിഹീന തനു ജാനികേ സുമിരൗ പവനകുമാര ബലബുദ്ധി വിദ്യാദേഹൂ മോഹി ഹർഹൂം കലേഷ്വികാര ജയ് ഹനുമാന ജ്ഞാന ഗുണസാഗര ജയ് കപീഷതിഹും ലോകുജാഗര രാമദൂത അതുലിതു ബലധാമാഞ്ജനീ പുത്ര പവന സുതനാമ മഹാവീര വിക്രമ ബജരംഗി കുമതി നിവാര സുമതി കേസംഗി കഞ്ചന വരണ വിരാജ സുവേശ കാനന കുണ്ടല കുഞ്ചിത കേശ ധാതു വജ്രൗഘ ധ്വജാ വിരാജൈ കാംധേ മൂം ചുജനേയൂസാജൈ ശങ്കര സുവന കേസരി നന്ദന തേജ പ്രതാപ് മഹാജഗവന്ദന വിദ്യാവാൻ ഗുണീയതി ചാതുര രാമകാജ് കരിവേ കോവാതുര പ്രഭു ചരിത്ര സുനീവേ കോരസിയ രാമ ലക്ഷ്മണ സീതാമനുവസിയ सूक्ष्म रूप धरि सियहिम दिखावा विकट रूप धरि लंग जरावा
ഭീമരൂപ് ധരി അസുര സംഹാരേ രാമചന്ദ്രികേ കാജു സംവാരേ ലായ് സംജീവനു ലഖനു ജിയായേ ശ്രീ രഘുവീർ ഹർഷിയുരുലായേ രഘുപതി कीन्ही बहुत बड़ाई तुम ममु प्रिया भरत समिभाई सहसुवदनु तुम्हरो जस गावे अस कहि श्रीपति कंठ लगावे सनकादि ब्रह्मादि मुनीषा नारद शारद सहित अहिषा यमुकुपेरु दिगपाल जहां ते कवि कोविद कही सके कहाम ते तुम उपकार सुग्रीव हिम कीन्हा रामु मिलाया रजुपथ दीन्हा तुमरो मंत्र विभीषण माना लंकेश्वर भय सब जग जाना युग सहस्र योजन परिभानु लील्योताहि मधुर फल जानु प्रभु मुद्रिका मेलि मुखुमाही जलधि लांघी गए अजरज नाही दुर्गम काज जगत के जेते सुगम अनुग्रह तुमरे देते राम दुआरे तुम रखुवारे होति न आज्ञा बिनु पैसारे सब सुख लहै तुम्हारी शरणा तुम रक्षक राहु को डरना आप न तेज संहारो आपै तीनों लोग हांकते कांपै भूत पिशाच निकट नहीं मावे महावीर जब नाम सुनावे नासे रोग हरे सब पीरा जपत निरंतर हनुमत बीरा संकट से हनुमानु छुड़ावे मन क्रम वजन ध्यानु जोलावे सब पर राम तपस्वी राजा तिनके काज सकल तुम साजा और मनोरथ जो कोई लावै सोई अमित जीवन फल पावै चारों युग परताप तुम्हारा है प्रसिद्ध जगत दूजियारा साधु संतु के तुम रखुवारे असुर निकुंदन राम दुलारे अष्ट सिद्धि नवनिधि के दादा असुवर दीन जानकी माता राम रसायन तुम हरे पासा सदा रखो रघुपति के दासा तुम्हारे भजन राम गोपावै जन्म जन्म की दुख बिसरावै अंधकाल रघुवर पुर जाई जहां जन्म हरि भक्त कहाई और देवदा चित्त न धरई हनुमत से सरसुखरई संगड हरे मिडै सब पीरा जो सुमिरई हनुमत बलवीरा जय 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 हनुमान गोसाई कृपा करहु गुरुदेव की नाई जो सद्बार पाठ कर होई छूटी बंदी महासुख होई जो यहु पढ़ै हनुमान चालीसा होय सिद्धि साखी गौरीशा तुलसीदास सदा हरि चेरा की जय नाथ हृदय महं डेरा पवनतनय संकटहरण मंगलमूर्ति रूप रामलखन सीता सहित हृदय बसहु सुरभूप। श्री रामचंद्र की जय। पवन सुत हनुमान की जय। हरे कृष्ण। ഹരി ഓം. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ സുന്ദരകാന്ഡം ഇവിടെ സമർപ്പിക്കുകയാണ്. ഇവിടെ ഹനുമാനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. പിന്നെ അവിടെ രാവണസഭയിൽ കൊണ്ടു ചെല്ലാണ്. അപ്പോൾ അവിടെ രാവണസഭയിൽ എത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അവിടെ എത്തിയാലല്ലേ വിവരങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും
വിശദമായി പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് ചോദിച്ചു, അവിടെ എന്താണ് നീ ഇവിടെ വരാൻ കാരണം, എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ വളരെ നയസഹിതം ആദരാൽ എന്നാ പറഞ്ഞത്. വളരെ വിനയത്തോടു കൂടിയാണ് ചോദിച്ചത്. കാരണം ഇത് അത്ര സാധാരണക്കാരനല്ല എന്നുള്ളത് മനസ്സിലായി അവർക്ക്. അതുകൊണ്ട് അവര് വിവരം അറിയണമല്ലോ, അതിനുവേണ്ടിയാണ് നയം അവിടെ അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ഓരോ എന്താ പറയാ തന്ത്രങ്ങളാണല്ലോ. കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒന്ന് സമാധാനം പോലെ, അല്ലാതെ ദേഷ്യപ്പെട്ട് ചോദിച്ചാൽ ശരിയാവില്ല. അതാണ് നയസഹിതം ആദരൽപപ്രച്ഛ എന്നാണ്. ചോദിച്ചു, നീ ആരാണ്, എന്താണ് ഇവിടെ വന്നതിന് കാരണം എന്നൊക്കെ ചോദിച്ചു. അപ്പോ എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, അനൃതവചനവും അധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഏറ്റവും വലിയ നുണയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപമല്ലേ ചെയ്തത്. വേറൊരു സ്ത്രീയെ, പതിവ്രതയായ ഒരു സ്ത്രീയെ കട്ടുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയതാണ്. അപ്പൊ അങ്ങനെയാണ് അവിടെ പറഞ്ഞു വെച്ചത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ അങ്ങനെ അധർമ്മമൊന്നും ചെയ്യുന്നവരല്ല, നിന്നെ കൊല്ലൊന്നുമില്ല, നീ കാര്യം പറഞ്ഞോളൂ എന്നാണ് ഹനുമാൻ സ്വാമിയോട് പറഞ്ഞത്. അപ്പൊ ഹനുമാൻ സ്വാമി പറയാണ്, ജലപ്രഭോ എന്നാ വിളിച്ചത് ഹനുമാനെ, അല്ല രാവണനെ. കാരണം എന്താണ്, ജളനാണ് നീ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യം തന്നെ ആ മനസ്സിലെ ധൈര്യമൊക്കെ ഇങ്ങോട്ട് കളയിപ്പിച്ചു. ജലപ്രഭോ, ഞാൻ ആരാന്നറിയോ, പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയുക നീ, ഞാൻ പൂജ്യനായ ശ്രീരാമസ്വാമിയുടെ ദൂതനാണ്. അപ്പോൾ നീ പറഞ്ഞതൊന്നും നിങ്ങളിവിടെ പറഞ്ഞതൊന്നും അത് ശരിയല്ല എന്നുള്ളതാണ്. പിന്നീട് എന്താണ് ശ്രീരാമസ്വാമിയെ പറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭുവനപതിയാണ്, മമപതിയാണ്, പുരന്തര പൂജിതനാണെന്നൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പുരമഥന ഹൃദയ മണിനിലയ നിവാസിയാണെന്ന് പറഞ്ഞു. മഹേശന്റെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നവനാണ് ശ്രീരാമസ്വാമി. അങ്ങനെ എല്ലാം ഒരു സ്തുതി പോലെയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവര് കാട്ടിൽ വന്നത്, അപ്പോഴല്ലേ നീ സീതാദേവിയെ കൊണ്ടുവന്നത് ഇങ്ങോട്ട്. അതിനുശേഷം തപനതനയനോട്, സുഗ്രീവനുമായിട്ട് അഗ്നിസാക്ഷിയായിട്ട് അവര് സഖ്യം ചെയ്തു. അങ്ങനെ ഫുൾ കഥകള് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. ഒന്നും ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ സീതാന്വേഷണത്തിന് എല്ലാ ദിക്കിലേക്കും ലക്ഷം ആളുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഉദ്യാനമൊക്കെ തകർത്തത് എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ അതെന്തിനാണ്, വാനരവംശ പ്രകൃതിശീലം, അത് വാനരന്മാരുടെ സ്വഭാവമാണ്. പിന്നീട് ചോദിച്ചത്, മകനെ അക്ഷകുമാരനെയൊക്കെ കൊന്നില്ലേ, പിന്നെ സേനകളെ കുറെ വധിച്ചു, അതെന്തിനാണ്. അത് സെൽഫ് ഡിഫെൻസ് ആണ്. എന്നെ കൊല്ലാൻ വരുമ്പോൾ എനിക്ക് പിന്നെ വെറുതെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനും ഒരു കാര്യം പറയുന്നുണ്ട്. ദശ നിയുത ശതവയസ്സി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹം ഓർക്ക നീ. അപ്പൊ അതാണ്, അത് രാവണനുള്ള ഒരു സ്റ്റഡി ക്ലാസ് ആണ് ശരിക്ക്. എത്ര വയസ്സായാലും, കോടിക്കണക്കിന് വയസ്സായിട്ട് ഇരിക്കുന്ന ആളാണെങ്കിലും ഒരു ശരീരമാണ് അവർക്ക് ശരീരികൾക്ക് ഏറ്റവും ഇതുള്ളത്, അത് ഏറ്റവും പ്രിയമാണ്. അതുകൊണ്ടാണ് അതൊക്കെ ചെയ്തത്. പിന്നെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചിവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ എല്ലാം സമ്മതിച്ചിട്ടുണ്ട്, എന്നെ ബന്ധിച്ച് നിങ്ങളിവിടെ കൊണ്ടുവന്നു. ഇനി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ്, വേഗം ഇത് നിങ്ങൾക്ക് നിന്റെ രാക്ഷസീയ ബുദ്ധിയെ വിട്ടോളൂ എന്നാ പറയുന്നത്. നിന്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിക്കോളൂ രാവണ. കാരണം എന്താണ്, നീ സാധാരണക്കാരനൊന്നുമല്ല. ഇത് പറയുന്നുണ്ട്, അമൃതഘന വിമല പരമാത്മബോധോചിതൻ അത്യുത്തമൻ ആണല്ലോ നീയെ. എന്താ കാരണം, കമലഭവ സുത തനയ നന്ദനനാകയാൽ. കമലസുതൻ ബ്രഹ്മാവിന്റെ പരമ്പരയിലുള്ള ആളാണ് നീയെ. നീ അങ്ങനെ മോശക്കാരനൊന്നുമല്ല. ബ്രഹ്മാവിന്റെ പരമ്പര, അതായത് ബ്രഹ്മാവിന്റെ പുത്രൻ പുലസ്ത്യന്റെ മകൻ വിശ്രവസിന്റെ മകനാണ് രാവണൻ. അപ്പോൾ പരമ്പരയൊക്കെ വളരെ നല്ലതാണ്, നിന്റെ പൂർവികരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. അപ്പോൾ ഇതൊന്നും നിനക്ക് ചേരുന്ന സ്വഭാവമല്ല, നീ ഇതൊക്കെ വിട്ടോളൂ എന്ന് നല്ലൊരു ഉപദേശം കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൂതന്റെ
കാര്യം ചെയ്തു. അത് കഴിഞ്ഞ ഒരു കൃത്യമായിട്ടൊരു ഗുരുവിൻ്റെ സ്ഥാനം കൂടിയാണ്. ശരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വേണമെങ്കിൽ ഇപ്പോൾ അവസാനിപ്പിച്ചോളൂ ഇതൊക്കെയെന്ന്. പക്ഷെ അതൊക്കെ കേട്ടിട്ട് അപ്പോൾ എന്താണ്, അഹങ്കാരമുള്ള ആളുകൾക്ക് ഒന്നും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. പിന്നെ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് കൊല്ലാനാണ്. ഇവൻ എന്താ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ സഭയിൽ ഇതൊക്കെ പറയാൻ ഇവൻ എവിടെ നിന്നാണ് ധൈര്യം? അപ്പോൾ ഇവനെ കൊല്ലാന്നാണ് പറയുന്നത്. കൊല്ലാന്ന് പറയുമ്പോഴാണ് പിന്നെ അവിടെ കുറേ സംഗതികൾ പറയുന്നുണ്ട്. അപ്പോൾ വിഭീഷണൻ പറയുന്നുണ്ട്, ദൂതനെ കൊല്ലാൻ പാടില്ല. കാരണം ദൂതനെ കൊന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കറിയാം ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കി പറഞ്ഞയക്കാം എന്നാണ്. അങ്ങനെയാണ് പിന്നെ വാലിൽ തീ കൊടുക്കാനായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ലങ്കാദഹനം. അത് നമ്മൾ പഠിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ വളരെ തയ്യാറെടുപ്പൊക്കെ ചെയ്തു. അപ്പോഴാണ് പിന്നെ വലിയ പർവ്വതരൂപിയായി മാറുന്നത്. അപ്പോൾ ആ വാലും ഇങ്ങനെ വലുതായി. ആ വാലിൽ അവിടെയുള്ള ലങ്കാപുരിയിലുള്ള എല്ലാ വസ്ത്രങ്ങളും ചുറ്റിയിട്ടും അവിടുത്തെ എണ്ണയും ഒക്കെ തീർന്നു. എന്നിട്ടും വാല് പിന്നെയും ബാക്കിയാണ്. അങ്ങനെ വാലിന് തീ കൊടുക്കുകയാണ്. തീ കൊടുത്ത് പിന്നെ ലങ്ക ദഹിപ്പിക്കുന്നത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാന്നാണ്. ആ തീയെ അപ്പോൾ വായുപുത്രനാണ്. അപ്പോൾ വായുവിൻ്റെയും കൂടി സഹായം ഉണ്ടാവും. അപ്പോൾ തീയും വായുവും കൂടിയാൽ എന്തായിരിക്കും സ്ഥിതി? പെട്ടെന്ന് അഗ്നി എല്ലാ മന്ദിരങ്ങളെയും ദഹിപ്പിച്ചു. അപ്പോൾ പറയാണ്, അപ്പോൾ വളരെ വലിയൊരു ഒരു ഉപമ പറയുന്നുണ്ട്. വിബുധപതിയോട് നിശിചരാലയം എന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാദിയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ എന്നാണ്. വിബുധപതിയോട്, ഇന്ദ്രനോട് പറയാനായിട്ട്, ഇതാ ഇവിടെ രാക്ഷസന്മാരുടെ ഈ സ്ഥലമൊക്കെ ഞാൻ ദഹിപ്പിച്ചു എന്ന് അഗ്നി പറയാണ്. അഗ്നിക്ക് അവിടെ ഞാൻ പോവാം ആദ്യം. അപ്പോൾ അതാണ് മികാദിയ എന്ന് പറഞ്ഞത്. ഞാൻ മുമ്പ് എന്നുള്ള നിലയ്ക്ക് ജ്വാലകൾ അത്ര ഉയരത്തിൽ പൊങ്ങി പറയും എന്നാണ്. പിന്നീട് അവിടെ ലങ്കയൊക്കെ ദഹിച്ചു. പിന്നീട് പലരും പലതും പറയുന്നുണ്ട്. കാരണം ഈ രാവണൻ പരധനവും അമിത പരധാരങ്ങളും, അപ്പോൾ പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളെ, മറ്റുള്ളവരുടെ ധനം ഇതൊക്കെ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ പതിവ്രതകളായ സ്ത്രീകളെയാണ് ഈ തട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ മനസ്സിലെ തപോമയ പാവകൻ, ആ തപസ്സിന്റെ ശക്തി, അവരുടെ ആ പതിവ്രത എന്നുള്ള അതിന്റെ ശക്തി, അത് ആ തീയാണ് പിടിച്ചത് എന്ന്. എത്ര മനോഹരമായിട്ടുള്ള ഒരു ഭാവമാണ് അല്ലേ? പിന്നീട് തീയൊക്കെ അണച്ചു കടലിൽ പോയിട്ട് ഇത് വാല് മുക്കിയെന്നാണ് അത് പറയുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാം അവിടെ സമാധാനമായിട്ടൊക്കെ അവസാനിപ്പിച്ചു കാര്യങ്ങളൊക്കെ. ദൗത്യം മിഷൻ കംപ്ലീറ്റ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് ഇത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. രജനിചരകുല വിപിന പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ട് മഹാജനം. അപ്പോൾ രജനിചരകുലര് എന്ന് പറഞ്ഞ രാക്ഷസരെ ഒരു കാടായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ആ കാടിനെ നശിപ്പിക്കാനുള്ള മന്ത്രമാണ് രാമനാമം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ദുഷ്ടതകളെയും നശിപ്പിക്കാനും ഒക്കെ ഉള്ളതാണ് ഈ രാമനാമം. പിന്നെ താപത്രയ അനലനെ ഈ രാമനാമം കൊണ്ട് കടക്കാമെന്നാണ്. താപത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം, അങ്ങനെയുള്ള 3 താപത്രയങ്ങൾ. ആ താപത്രയങ്ങളെ തരണം ചെയ്യാൻ രാമനാമ സ്മൃതി കൊണ്ട് സാധിക്കും എന്നാണ്. പിന്നീട് വീണ്ടും ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും സീതാദേവിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്കൊന്നും തീയൊന്നും എത്തിയിട്ടില്ല. അതൊക്കെ വളരെ കൃത്യമാണല്ലോ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് സീതാദേവിയെ കണ്ടിട്ട് തിരിച്ചു പോരാനാണ്. അപ്പോൾ എനിക്ക് ആജ്ഞ തരൂ ദേവി, ഞാൻ പോവാനായിട്ട്. അപ്പോൾ ദേവി കുറച്ച് സങ്കടപ്പെടുകയാണ്. കാരണം കുറച്ച് സമയമെങ്കിലും ശ്രീരാമസ്വാമിയുടെ കാര്യങ്ങളും ശ്രീരാമസ്വാമിയുടെ ഒരു സ്നേഹിതനെയും ദൂതനെയൊക്കെ കാണാൻ സാധിച്ചപ്പോൾ കുറച്ചൊരു സന്തോഷമായി ആ സമയത്ത്. അപ്പോൾ ഇനിയിപ്പോൾ അവൻ പോവല്ലേ എന്നുള്ളൊരു വിഷമം. അപ്പോൾ അത് മനസ്സിലാക്കി. അപ്പോൾ പറയാണ്, ഇനി എൻ്റെ ഉത്തരവാദിത്തമാണ്, മത് ഭരം, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് സീതാദേവി ഇനി ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ.
ഇനി അവർ വരും, അവർ വന്ന് എല്ലാവരും വരും, ഇവിടെ സേനയൊക്കെ വന്ന് ഇവിടെ രാവണനെ വധിച്ച് അങ്ങയെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. അപ്പൊ സീത ഇങ്ങനെ കുറച്ച് വിഷമത്തിലിരിക്കുകയാണ്. അപ്പൊ അത് ഹനുമാനെ സഹിക്കണില്ല. അപ്പൊ ഹനുമാൻ പറയാണ്, അങ്ങക്ക് അത്രയും സഹിക്കാൻ പറ്റണില്ലെങ്കിൽ മമ സ്കന്ധമാരോഹണം, എൻ്റെ തൊളിൽ കയറിക്കോളൂ, ഇപ്പൊ ഞാൻ കൊണ്ടുപോകാം. ഇനി അവരൊന്നും വരാനൊന്നും കാത്തിരിക്കണ്ട, കാരണം അത്രയ്ക്ക് സങ്കടം ഉണ്ടല്ലോ, ഇനി സങ്കടപ്പെട്ടിരിക്കുകയൊന്നും വേണ്ട. അപ്പോഴാണ് സീത വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം പറയണത്. അതിലിപ്പോൾ എനിക്ക് മനസ്സിലായി, നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷെ അതല്ലല്ലോ ശരി. എൻ്റെ ഭർത്താവിന് പേരുദോഷം ഉണ്ടാവാൻ പാടില്ല. രാത്രി ഒരു വാനരനായിട്ട് ഒരാൾ ഇവിടെ വന്നു, എന്നിട്ട് സീതാദേവിയെ കൊണ്ടുപോയി. അപ്പോൾ രാവണൻ ചെയ്ത പോലെ ആവില്ലേ, കട്ടുകൊണ്ടുപോയ പോലെ ആവില്ലേ? അത് വേണ്ട. അവിടെ വന്ന് ശരിക്കും യുദ്ധം ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ തൽ പ്രാണനാഥ കീർത്തിക്ക് പോരാ, അത് എൻ്റെ പ്രാണനാഥൻ്റെ കീർത്തിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു. അതുവരെ നീ ചെയ്തോളൂ, എല്ലാം ജോലി ചെയ്തോളൂ. തനയ എന്നാ വിളിച്ചത്, മകനെ എന്നാ വിളിച്ചത് ഹനുമാൻ സ്വാമിയെ. അങ്ങനെ അവിടെ നിന്ന് ഹനുമാൻ സ്വാമി പ്രത്യാഗമനം തിരിച്ചിങ്ങോട്ട് വരികയാണ്. അതെങ്ങനെയാ വരുന്നത്? ത്രിഭുവനവും മുലയെ മുഹുരൊന്നലറിയിടിനൻ എന്നാണ്. ഒരു ജയകാഹളം, ഞാൻ ജയിച്ചു, ഞാൻ ചെയ്തു എന്നുള്ള സന്തോഷം. അങ്ങനെ ഒരു ശബ്ദം ഇവർ കേട്ടു, ബാക്കി വാനരന്മാർ. അപ്പം അവരൊക്കെ അവിടെ ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ്. അവരും ഭക്ഷണമൊന്നും ഇല്ലാണ്ടൊക്കെ ഇങ്ങനെ അവർക്ക് കഴിക്കാൻ തോന്നുന്നില്ല, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള വിഷമം. അപ്പം ഇത് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കാര്യം നടന്നിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത്, കപിനിവഹ വീരരെ കണ്ടിതു സീതയെ, ഞാൻ സീതയെ കണ്ടു ആദ്യം തന്നെ പറഞ്ഞു. പിന്നെ അത് എന്തുകൊണ്ടാണ് കണ്ടത്? കാകുൽസ്ഥവീരനൻ അനുഗ്രഹത്താൽ, ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ സീതാദേവിയെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും വന്ന് ജയ് ഹനുമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് വന്ന് വാലിലാണ് കെട്ടിപ്പിടിച്ചു. കൂടാതെ സ്പെഷ്യലായിട്ട് വാല് കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത്, ആ വാലിൽ ചുംബിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് എല്ലാവരും കൂടി തീരുമാനിച്ചു ശ്രീരാമസ്വാമിയുടെ അടുത്ത് പോകുന്നതിന് മുമ്പ്, കാരണം എല്ലാവരും വല്ലാണ്ട് ടയേർഡായിട്ടുണ്ട്, അവരൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് മധുവനം, അത് സുഗ്രീവന്റെ ഒരു സ്ഥലമാണ് മധുവനം, അവിടെ സുഗ്രീവന്റെ ആജ്ഞ ഇല്ലാതെ പോകാൻ പറ്റില്ല. ഇപ്പം സുഗ്രീവന്റെ ആജ്ഞയ്ക്കൊന്നും ആവശ്യമില്ലല്ലോ, ഇത് കാര്യം നടന്നിട്ട് വരില്ലേ. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ അങ്കദനും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്കിവിടെ പോകാം എന്ന് പറഞ്ഞ് മധുവനത്തിൽ അവിടെ ധാരാളം ഇതുകളൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം അതിനുവേണ്ടി അവിടെ ചെന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടല്ലോ ചില ആൾക്കാരുണ്ടല്ലോ, വാച്ച്മാൻ ഉണ്ടാവുമല്ലോ അവിടെ, അതിനെ കാക്കുന്ന ആൾക്കാർ, അതാണ് ദതിമുഖൻ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ സുഗ്രീവന്റെ ആജ്ഞയില്ലാതെ ഇവിടെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് സുഗ്രീവനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, അവരെ തടയൊന്നും വേണ്ട, അവർക്ക് എന്താണ് സന്തോഷം എന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ സന്തോഷത്തോടുകൂടി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച്, പിന്നീട് അവിടെ കാര്യങ്ങളൊക്കെ പറയണ്ടേ, ഇന്ന മാതിരി ഉണ്ടായി. അപ്പോൾ അവിടെ ഒരു വലിയൊരു സ്തുതിയുണ്ട്. അപ്പോൾ എഴുത്തച്ഛൻ അത് നമ്മുടെ ഭട്ടതിരിപ്പാടിൻ്റെ പോലെ എപ്പോഴാണ് സന്ദർഭം കിട്ടണേ അപ്പോഴൊക്കെ സ്തുതിക്കാനുള്ള ഇത് ഉണ്ട്. അപ്പോൾ വലിയൊരു സ്തുതിയാണത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ശ്രീരാമൻ്റെ അടുത്തേക്ക് എത്താണ്. ശ്രീരാമൻ്റെ അടുത്ത് എത്തിയപ്പോൾ ശ്രീരാമനോടും പറഞ്ഞത് അത് തന്നെയാണ്, ഞാൻ കണ്ടു, സീതയെ കണ്ടു എന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ സീത കൊടുത്ത അടയാള വാക്യം, ചൂടാമണി കൊടുത്തു. പിന്നെ കാകവൃത്താന്തം, ആ കഥ, അതാണല്ലോ അടയാള വാക്യം, അത് പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞ് സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ അക്ഷകുമാരനെ കൊന്നതും ലങ്ക ദഹിപ്പിച്ചതും. അപ്പം പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്തു, അവിടെ ലങ്ക കുറച്ചൊന്ന് ദഹിപ്പിച്ചു കേട്ടോ എന്ന് പറഞ്ഞു, കാരണം അത് അല്ലാതെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിനുശേഷം ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് ശ്രീരാമസ്വാമി എന്താ പറഞ്ഞത്? സർവസ്വവും മമ തന്നേ നിനക്കു ഞാൻ എന്നാ പറഞ്ഞത്, എല്ലാ സർവസ്വവും തരുന്നു എന്ന്. അതാരാ പറയുന്നത്? സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവാണ് പറയുന്നത്. അപ്പോൾ നിനക്ക് ഇതിനൊരു പ്രത്യുപകാരം ഞാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാനില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്തത്? മാരുതപുത്രനെ പൂർണ്ണമോദം പുണർന്നു എന്നാണ്. എന്താ ഒരു ഭാഗ്യം അല്ലേ അദ്ദേഹത്തിൻ്റെ. ശ്രീരാമചന്ദ്രസ്വാമി ആലിംഗനം ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ സുന്ദരകാന്ഡ
സുന്ദരകാന്ഡത്തിനെ പറ്റിയിട്ടൊരു ഇതുണ്ട്. അഞ്ചിലൊന്നിൽ മകൻ അഞ്ചിലൊന്നും കടന്ന് അഞ്ചിലൊന്നിൻ മകൾ തന്നെയും കണ്ടുടൻ അഞ്ചിലൊന്നോളം ഉയർന്ന മഹാപുരം അഞ്ചിലൊന്നാക്കി തിരിച്ചു പോന്നിടിനൻ എന്നാണ്. ഇതൊരു പഠിച്ചിട്ടുള്ള ഒരു ഇതാണ് ശ്ലോകം. അതിങ്ങനെ ബൈഹാർട്ടായിട്ട് പറയില്ല, എന്താ പറയുക, ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇതിലെന്താണ്, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, അതാണല്ലോ പഞ്ചഭൂതങ്ങൾ. അപ്പോൾ അതിൽ അഞ്ചിലൊന്നിൻ മകൻ എന്ന് പറഞ്ഞാൽ വായുപുത്രൻ ആ പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ടുള്ള വായുവിൻ്റെ മകനായ ഹനുമാൻ അഞ്ചിലൊന്നും കടന്ന്, അഞ്ചിലൊന്ന് എന്ന് പറഞ്ഞാൽ സമുദ്രം, ജലം. അപ്പോൾ സമുദ്രം കടന്ന് പിന്നെ അഞ്ചിലൊന്നിൻ മകൾ എന്ന് പറഞ്ഞാൽ ഭൂമിപുത്രിയാണ്. അപ്പൊ അങ്ങനെ ഭൂമിപുത്രിയായ സീതയെ കണ്ട് അഞ്ചിലൊന്നോളം ഉയർന്ന മഹാപുരം, ആകാശത്തോളം ഉയർന്ന ആ ലങ്കാപുരി, അതിനെ ഇതാക്കിയിട്ട് ആകാശത്തോളം ഉയർന്ന ആ മഹാപുരം അതിനെ അഞ്ചിലൊന്നാക്കി എന്ന് പറഞ്ഞാൽ അഗ്നിക്കിരയാക്കി എന്നാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ വായുപുത്രനായ ഹനുമാൻ സമുദ്രം തരണം ചെയ്ത് ഭൂമിപുത്രിയായ സീതയെ കണ്ട് ആകാശം മുട്ടുന്ന പോലെയുള്ള കെട്ടിടങ്ങളുള്ള ലങ്കയെ, ആ നഗരത്തെ അഗ്നിയാക്കി അല്ലെങ്കിൽ ദഹിപ്പിച്ച് തിരിച്ചു വന്നു എന്നർത്ഥം. അപ്പോൾ ഇത് നമ്മൾ നാരായണീയത്തിലെ ആ 35-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തിലെ ഒരൊറ്റ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് സംഗ്രഹിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ വിധത്തിലും. പിന്നെ സുന്ദരകാന്ഡത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സുന്ദരേ സുന്ദരി ലങ്ക, സുന്ദരേ സുന്ദരി സീത, സുന്ദരേ സുന്ദരി കഥ, സുന്ദരേ കിംന സുന്ദരം. എന്താണ് പറയാത്തത്? അപ്പൊ ഈ ദേവലോകത്തെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ലങ്കാനഗരം. അതാണ് സുന്ദരേ സുന്ദരി ലങ്ക. പിന്നെ അവിടെ അപ്പൊ സുന്ദരകാന്ഡത്തിൽ വർണ്ണിക്കുന്നതൊക്കെ വളരെ സുന്ദരമായതെന്നാണ്. അപ്പൊ ദൂതനായ ഹനുമാൻ സ്വാമിയുടെ വാക്ക് കേട്ടിട്ട് നിരാശപ്പെട്ടിരിക്കണ ആ സീതാദേവി ഒന്ന് സന്തുഷ്ടയായി. അപ്പൊ അതാണ് സുന്ദരി സീത. അത് കഴിഞ്ഞിട്ടോ പിന്നെ അപ്പൊ ഈ രാമായണം വായിക്കുന്ന, ഈ സുന്ദരകാന്ഡം വായിക്കുന്നവർക്കൊക്കെ സന്തോഷം തരുന്നതാണ്. അപ്പൊ പിന്നെ സുന്ദരകാന്ഡത്തില് സുന്ദരമല്ലാത്തത് എന്താണുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ ഇന്ന് വായിച്ച് സമർപ്പിക്കാൻ സാധിച്ചത്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കിതൊക്കെ സാധിക്കുന്നുവല്ലോ എന്നുള്ള ആ ഒരു കൃതാർത്ഥതയോടെ നമുക്ക് ഇന്നത്തെ ഈ പാരായണം ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും സീതാദേവിയുടെയും പാദങ്ങളിൽ ഭക്തിപൂർവം സമർപ്പിക്കാം. ഹരിയോം. ഹരിയോം ടീച്ചറെ. ഹരിയോം ടീച്ചറെ. ഇന്നത്തെ ടീച്ചറിന്റെ സത്സംഗം പാൽപ്പായസം കുടിച്ച പോലെ